ഹായ് ഹലോ നമസ്കാരം വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഏകദേശം 1.5 കൊല്ലം മുമ്പ് ഞാനിങ്ങനെ ആദ്യമായിട്ട് വന്നിരുന്ന ഒരു വീഡിയോ ചെയ്യുന്നത് എഡ്യൂക്കേഷൻ ഇൻ ജർമ്മനി എങ്ങനെ സെൽഫായിട്ട് അപ്ലൈ ചെയ്യാം എന്നതിനെ കുറിച്ചിട്ടൊരു വീഡിയോ ആയിരുന്നു. ഏകദേശം അതിന് കുറേ വ്യൂസ് കിട്ടിയിട്ടുണ്ടായി. അങ്ങനെ കുറേ പേര് എനിക്ക് മെസ്സേജ് ചെയ്തിട്ടുണ്ടായി. ഇങ്ങനെ വരും, അവർ ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന കുറേ ആപ്ലിക്കേഷൻ്റെ ഇടയിലുള്ള കുറച്ച് ഡൗട്ട്സ് ഒക്കെ ചോദിച്ച് മെസ്സേജ് ചെയ്തിട്ടുണ്ടായി. അങ്ങനെ കുറേ പേര് ജർമ്മനിയിൽ വന്നിട്ടുണ്ട്. ഐ എം റിയലി ഹാപ്പി ഫോർ ദം. പക്ഷേ കുറേ പേര് ഇങ്ങനെ മെസ്സേജ് അയച്ച് ചോദിച്ചിട്ടുണ്ട്, സമയമില്ല, അപ്പം റിസ്ക് എടുക്കാനായിട്ടുള്ള ആ ഒരു ടൈമിൽ എന്തായാലും നമ്മൾ തന്നെത്താനെ ചെയ്യുമ്പോഴേക്കും ആപ്ലിക്കേഷൻ ഫീസ് ഇത്രയും ഉണ്ടാവും. അപ്പം അതിന് ചെയ്തിട്ട് അത് പോകുമോ എന്നുള്ള ടെൻഷൻ കാരണം ഏജൻസിനെ ഏൽപ്പിക്കുവാണെങ്കിൽ ഏജൻസിക്കാരോട് എന്തൊക്കെ കാര്യങ്ങൾ ചോദിക്കണം എന്നൊക്കെ പറഞ്ഞിട്ടും എനിക്ക് മെസ്സേജസ് വന്നിട്ടുണ്ട്. സോ ഇപ്പോൾ നമുക്ക് അങ്ങനെ റിസ്ക് എടുക്കാൻ പറ്റത്തില്ല. തന്നെ അപ്ലൈ ചെയ്യാനൊരു ടെൻഷൻ കാണും. നോർമലി ഇപ്പോൾ നമ്മൾ കോളേജൊക്കെ കഴിഞ്ഞിട്ട് ഇരിക്കുന്ന സമയമാകുമ്പോഴേക്കും ഏത് കോഴ്സിന് പോകണം, അല്ലെങ്കിൽ എന്തായിരിക്കും നെക്സ്റ്റ് പ്ലാൻ, അങ്ങനെ ഒരു കൺഫ്യൂസ്ഡ് ആയിട്ടുള്ള ഒരു സ്റ്റേജിലായിരിക്കും നമ്മളിരിക്കുക. അതിപ്പോൾ ഞാൻ ആ സ്റ്റേജിൽ കൂടെ പോയിട്ടുള്ളത് കൊണ്ട് എനിക്ക് കംപ്ലീറ്റ്ലി അത് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഇപ്പോൾ നമുക്കൊരു സെമസ്റ്റർ വെയിറ്റ് ചെയ്യാൻ പറ്റത്തില്ല, എനിക്ക് ഈ സെമസ്റ്ററിൽ തന്നെ അവിടെ പോയി പഠിക്കണം, അല്ലെങ്കിൽ പുറത്തൊരു രാജ്യത്ത് പോയി പഠിക്കണം എന്നുള്ളവരാണെങ്കിൽ ഇറ്റ്സ് കംപ്ലീറ്റ്ലി ഓക്കെ ദാറ്റ് യു ക്യാൻ ഗോ വിത്ത് ആൻ ഏജൻസി. ഇറ്റ്സ് കംപ്ലീറ്റ്ലി ഓക്കെ. കാരണം നമ്മൾ റിസ്ക് എടുക്കുക, ഒരാളുടെ ലൈഫിൽ ഏത് സ്റ്റേജിൽ കൂടെയാണ് പോകുന്നതെന്ന് അയാൾക്ക് മാത്രമല്ലേ അറിയത്തുള്ളൂ. സോ ഇറ്റ്സ് കംപ്ലീറ്റ്ലി ഫൈൻ. അങ്ങനെ നിങ്ങൾ ഏജൻസിയുടെ പുറകെ പോവുകയാണെങ്കിൽ, ഏജൻസിനെ കൊണ്ടിട്ട് അപ്ലൈ ചെയ്യാൻ നിങ്ങൾ നോക്കുന്നവരാണെങ്കിൽ നിങ്ങൾ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കണം. ആ കാര്യങ്ങളാണ് ആദ്യത്തെ കാര്യം എനിക്ക് പറയാനുള്ളത്. നമ്മളെല്ലാവരും പുറത്തോട്ട് പോയിട്ട് ഒരു കോഴ്സ് ചെയ്തിട്ട് ആ കോഴ്സ് റിലേറ്റഡ് വർക്ക് ചെയ്യണമെന്ന് വിചാരിക്കുന്നവരായിരിക്കും. സോ അതുകൊണ്ട് തന്നെ നമ്മുടെ ഫ്യൂച്ചറിൽ അല്ലെങ്കിൽ നമ്മുടെ ഭാവിയിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സ്റ്റെപ്പാണ് നമ്മൾ എടുക്കാൻ പോകുന്നത്. സോ അതെല്ലാം കൊണ്ടുവന്ന ഒരു ഏജൻസിയുടെ കയ്യിൽ ഏൽപ്പിച്ച് ഏജൻസി കുറച്ച് കോഴ്സ് തരും. ആ കോഴ്സ് നമ്മൾ ഇഷ്ടമുള്ള അങ്ങ് സെലക്ട് ചെയ്യുക. എന്നിട്ട് അവർ പറയുന്ന ഏതെങ്കിലും ഒരു യൂണിവേഴ്സിറ്റിയിൽ പോയി പഠിച്ച് എന്തേലും ഒരു എന്താ പഠിക്കുന്നതെന്ന് ഒന്നും അറിയാണ്ട് പോയി എന്തേലും പെട്ടുപോകുന്നതിനെക്കാട്ടും നല്ലത് നമുക്ക് നമ്മുടെ സൈഡിൽ നിന്ന് കുറച്ച് ഹോംവർക്ക് ചെയ്യുക. ഈ ഏജൻസിനോട് പോയി സംസാരിക്കുമ്പോഴേക്കും അവർ കുറച്ച് ചിലപ്പോൾ ലിസ്റ്റ് ഓഫ് യൂണിവേഴ്സിറ്റി തരുമായിരിക്കും. ആ ലിസ്റ്റ് ഓഫ് യൂണിവേഴ്സിറ്റീനെ കുറിച്ച് നിങ്ങളൊന്ന് അണ്ടർസ്റ്റാൻഡ് ചെയ്യുക. നിങ്ങൾ അവരുടെ വെബ്സൈറ്റിൽ പോയിട്ട് അവരുടെ സൈറ്റിനെ കുറിച്ച് അവരുടെ കോഴ്സസിനെ കുറിച്ചിട്ട് നിങ്ങൾ നോക്കുക. ഓക്കെ, ഈ കോഴ്സ് എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ അടിയിൽ വരുന്ന സബ്ജക്ട്സ്. കാരണം ഇവിടെ പല യൂണിവേഴ്സിറ്റീസിലും നമ്മളൊരു സബ്ജക്റ്റ് എടുത്തു കഴിഞ്ഞാൽ അതിന് ചിലപ്പോൾ ഇത്ര സെമ്മിനുള്ളിൽ ഇത്ര ക്രെഡിറ്റ്സ് റിക്വയർമെൻറ്റ്സ് ഉണ്ടാവും, ഇത്ര എക്സാം പാസ്സാവണമെന്നുണ്ടാവും, അങ്ങനെ കുറേ കാര്യങ്ങളുണ്ടാവും. സോ അതൊക്കെ നമ്മൾ നല്ലോണം ശ്രദ്ധിക്കുക. സോ ഫസ്റ്റ് എനിക്ക് പറയാനുള്ള ഒരു കാര്യം, നമ്മളൊരു കോഴ്സ് എടുത്ത് ഇങ്ങോട്ട് പഠിക്കാൻ വരുമ്പോഴേക്കും നമ്മുടെ ഉദ്ദേശം എന്താണെന്ന് പറഞ്ഞാൽ ആ കോഴ്സ് റിലേറ്റഡ് ഇവിടെ ജോലി കിട്ടുക, എന്നിട്ട് ആ ജോലി ചെയ്യുക എന്നുള്ളൊരു ഉദ്ദേശത്തിലായിരിക്കും മിക്ക സ്റ്റുഡൻസ് ഇങ്ങോട്ടേക്ക് വരുന്നത്. സോ അതുകൊണ്ട് തന്നെ നമ്മൾ ഡയറക്റ്റായിട്ട് ഒരു ഏജൻസിയിൽ പോയിട്ട്, ഓക്കെ ഫോർ എക്സാമ്പിൾ ഞാൻ സിവിൽ എഞ്ചിനീയറിംഗ് ചെയ്തതാ, ഓക്കെ സിവിൽ എഞ്ചിനീയറിംഗ് റിലേറ്റഡ് കോഴ്സസ് എനിക്ക് വേണം എന്ന് പറയുമ്പോഴേക്കും ഈ ഏജൻസി ആ കോഴ്സസിൻ്റെ ഡീറ്റെയിൽസ് അല്ലെങ്കിൽ ആ യൂണിവേഴ്സിറ്റിയുടെ ഡീറ്റെയിൽസ് തരും. നമ്മളൊരു യൂണിവേഴ്സിറ്റി സെലക്ട് ചെയ്യും. അങ്ങനെ ഏതെങ്കിലും ഒരു യൂണിവേഴ്സിറ്റി പോയി പഠിക്കുന്നതിലും ഭേദം നമ്മുടെ സൈഡിൽ നിന്ന് ഒരു ഹോം വർക്ക് ചെയ്യുക. കാരണം ഇപ്പോൾ ഇവർ ലിസ്റ്റ് ഓഫ് യൂണിവേഴ്സിറ്റി തരുവാണെങ്കിൽ ആ യൂണിവേഴ്സിറ്റീസിനൊക്കെ കുറിച്ചിട്ട് ഒന്ന് തിരക്കുക. നമ്മൾ അവരുടെ വെബ്സൈറ്റിൽ പോയി കഴിഞ്ഞാൽ അതിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ കിട്ടും. ജസ്റ്റ് ഒന്ന് അതിൽ കൂടെ ഒന്ന് പോയി നോക്കുക. കാരണം മിക്ക യൂണിവേഴ്സിറ്റിയിലും ചിലപ്പം സബ്ജക്ട്സ് റിക്വയർമെൻറ്റ്സ് കാണും. ഇത്ര സെമ്മിനുള്ളിൽ ഇത്ര സബ്ജക്റ്റ് വേണം, ഇത്ര ക്രെഡിറ്റ്സ് വേണം എന്നൊക്കെ ഉണ്ടാവും. സോ അങ്ങനെ പോയി നമ്മൾ ഏതെങ്കിലും യൂണിവേഴ്സിറ്റി എടുത്തിട്ട് പെട്ടുപോകുന്നതിലും ഭേദം നമ്മൾ യൂണിവേഴ്സിറ്റീനെ കുറിച്ച് നേരത്തെ ഒന്ന് അറിഞ്ഞു വെച്ചിട്ട് അങ്ങോട്ടേക്ക് പോകുക. അതാണ് ഫസ്റ്റ് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് തിങ്. സെക്കൻഡ് തിങ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾക്ക് നമ്മുടെ ടാലൻസ്, നമ്മുടെ കാലിബറൊക്കെ അറിയത്തുള്ളൂ. ചിലപ്പം ഇവർ തരുന്ന യൂണിവേഴ്സിറ്റി ചിലപ്പം ഭയങ്കര ടഫായിരിക്കും, പഠിച്ച് തീരത്തില്ല. അങ്ങനെയൊക്കെ ആണെങ്കിൽ നമുക്കത് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. നമ്മുടെ കാലിബർ എന്താണെന്ന് നമുക്കല്ലേ അറിയത്തുള്ളൂ. അപ്പം അവിടെയുള്ള സ്റ്റുഡൻസിൻ്റെയൊക്കെ എല്ലാവരും ഈ ഏജൻസി ത്രൂ പോയിട്ടുള്ള സ്റ്റുഡൻസ് ഉണ്ടോ, അവരോട് പോയി ഡയറക്റ്റ്ലി കോൺടാക്ട് ചെയ്യുക. അല്ലെങ്കിൽ ലിങ്ക്ഡിനിൽ പോയി കഴിഞ്ഞാൽ ഈ സ്റ്റുഡൻസ് ആരുടെയും ഒക്കെ ഡീറ്റെയിൽസ് ഒക്കെ കിട്ടും. അങ്ങനെ അവിടെ പഠിക്കുന്നവരുടെ സ്റ്റുഡൻസിന് ജസ്റ്റ് ഫോർമലി മെസ്സേജ് അയക്കുക, എനിക്ക് ഈ കോഴ്സിനെ പറ്റി അറിയാൻ താല്പര്യമുണ്ട്, ഇതിൻ്റെ ഡീറ്റെയിൽസ് എന്താണെന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി ആൾക്കാർ നമ്മളെ ഹെൽപ്പ് ചെയ്യും. അങ്ങനെയും ചോദിക്കാൻ പറ്റും നമുക്ക്. പിന്നെ യൂണിവേഴ്സിറ്റിയുടെ റാങ്കിങ് ഒക്കെ ജസ്റ്റ് ചെക്ക് ചെയ്യുക. നല്ല യൂണിവേഴ്സിറ്റി ആണോ, ഈ യൂണിവേഴ്സിറ്റി ഓക്കെ പഠിച്ചു കഴിഞ്ഞാൽ ജോലി കിട്ടുമോ, എങ്ങനെയാണ് ജോലി കിട്ടുക എന്ന് പറയുന്നത് ഡിപ്പെൻഡ്സ് അപ്പോൺ നമ്മുടെ ജോമെൻ സ്കിൽസ് ആൻഡ് നമ്മുടെ വേറെ സ്കിൽസ് ഒക്കെ പോലെ ഇരിക്കും. സോ ജസ്റ്റ് യൂണിവേഴ്സിറ്റി നല്ലതാണോ എന്നൊക്കെ നോക്കുക. യൂണിവേഴ്സിറ്റിയുടെ ലൊക്കേഷൻ നോക്കുക. പിന്നെ പാർട്ട് ടൈം ചെയ്യാനുള്ളവരാണെങ്കിൽ പാർട്ട് ടൈം അവൈലബിൾ ആണോ പാർട്ട് ടൈം എന്നൊക്കെ ശ്രദ്ധിക്കുക. പിന്നെ അക്കോമഡേഷൻ ഒക്കെ കിട്ടാൻ എളുപ്പമാണോ എന്നൊക്കെ അതൊക്കെ ശ്രദ്ധിക്കുക.
പിന്നെ ഏകദേശം നമ്മൾ ഏജൻസിക്ക് ഇത്രയും പൈസയൊക്കെ കൊടുക്കുന്നതാണ്. പക്ഷെ മിക്ക ഏജൻസി ഞാൻ കണ്ടിട്ടുണ്ട് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സ്റ്റെപ്പ് എന്ന് പറയുന്നത് CV-യും നമ്മുടെ ലെറ്റർ ഓഫ് മോട്ടിവേഷൻ എന്ന് പറയുന്ന ഒരു ലെറ്റർ എഴുതുക എന്നാണ്. മിക്ക ഏജൻസി നമ്മളോട് തന്നെ ഇത് എഴുതാൻ പറയും. ആക്ച്വലി അത് ഏജൻസിനെ കൊണ്ട് തന്നെ എഴുതിപ്പിക്കുന്നതായിരിക്കും നല്ലത്. കാരണം അതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം. അങ്ങനെ ഏജൻസി ചെയ്തു തരുമോ എന്ന് നോക്കുക. ബിക്കോസ് ലെറ്റർ ഓഫ് മോട്ടിവേഷനും CV-യും അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ ആ വെബ്സൈറ്റിൽ പോയി അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ ഏകദേശം നമ്മുടെ ഒരു ആപ്ലിക്കേഷൻ്റെ പ്രൊസീജിയർ കഴിഞ്ഞു. സോ അതൊക്കെ ചെയ്തു തരുമോ? പിന്നെ അക്കോമഡേഷൻ്റെ ഡീറ്റെയിൽസ് അല്ലെങ്കിൽ അക്കോമഡേഷൻ എടുത്തു തരാനുള്ള എന്തെങ്കിലും ഹെൽപ്പ് അവരുടെ സൈഡിൽ നിന്നുണ്ടോ എന്നൊക്കെ ഒന്ന് ശ്രദ്ധിച്ച് അവരോട് ചോദിക്കുക. പിന്നെ ശ്രദ്ധിക്കേണ്ടത് വിസയുടെ ആപ്ലിക്കേഷൻ ഡീറ്റെയിൽസ്, വിസയ്ക്ക് വെക്കേണ്ട കാര്യങ്ങൾ, വിസയ്ക്ക് സ്ലോട്ട് എടുക്കുന്നത്, അതൊക്കെ ഇവർ ചെയ്തു തരുമോ, അത് നമ്മളായിട്ട് ചെയ്യണം, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക. ഇതൊക്കെ ഇവരോട് നേരത്തെ സംസാരിക്കുക. മേക്ക് ഷുവർ ലൈക്ക് നിങ്ങൾക്ക് ഒരു പ്രോപ്പർ കമ്മ്യൂണിക്കേഷൻ ഏജൻസിയായിട്ട് ആദ്യം തന്നെ ഉണ്ടാവണം. എന്നിട്ട് വേണം ലൈക്ക് നമ്മൾ ഡിസൈഡ് ചെയ്യാൻ നമ്മൾ പോകണോ വേണ്ടയോ, നമ്മുടെ കോഴ്സൊക്കെ സെലക്ട് ചെയ്യാൻ. ആദ്യമേ ആരും ചാടി കയറി യൂണിവേഴ്സിറ്റിയിൽ പോയിട്ട് എടുക്കരുത്. കാരണം ഒരുപാട് ആൾക്കാർ ഏതേലും ഇങ്ങോട്ട് കയറി വരാൻ വേണ്ടിയിട്ട് ഏതേലും യൂണിവേഴ്സിറ്റിയിൽ വന്നിട്ട് കോഴ്സ് എടുത്തിട്ട് പിന്നെ ഇവിടെ വന്നിട്ട് അത് പറ്റാണ്ട് ലൈക്ക് വേറെ യൂണിവേഴ്സിറ്റി ചേഞ്ച് ചെയ്യുന്ന ആൾക്കാരെ ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പം നമ്മൾ ഇവിടെ വന്നിട്ട് നോർമലി എല്ലാവർക്കും ഒരേ തന്നെ ചെയ്താൽ മതി. സോ അവർ തന്നെ ചെയ്തിട്ടാണ് മാറുന്നത്. സോ ഡയറക്റ്റ്ലി വരുമ്പോഴേ നല്ലൊരു യൂണിവേഴ്സിറ്റി എടുക്കുവാണെങ്കിൽ നമുക്ക് മാറേണ്ട ആവശ്യമില്ലല്ലോ. സോ അതൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ച് ചെയ്യുക. സോ ഈ വീഡിയോ ഒരു ചെറിയ വീഡിയോ ആയിരുന്നു. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. ഓക്കെ, ബൈ.